ഇവിടെ ഈ കോൺക്രീറ്റ് കാടിന്റെ ഓരത്ത് വാഹനങ്ങളുടെ ഇരമ്പിലിനും മനുഷ്യരുടെ ഒച്ചപ്പാടിനും തൊട്ടരികിലായി ഒരാൾ ഹാടനിദ്രയിലാണ്. അത് വെറുമൊരു തെരുവുനായക്കുട്ടിയല്ല, അത് ജീവിതത്തിന്റെ പരുപരുത്ത യാഥാർത്ഥ്യങ്ങളോട് പൊരുതി സ്വന്തമായി ഒരു ലോകം തീർത്ത ഒരു കൊച്ചു വീട്ടുടമയാണ്. നോക്കൂ, റോഡരികിലെ ആ മൺകൂനയിലേക്ക്. ആർക്കോ വേണ്ടി കുഴിച്ചെടുത്ത് വെറുതെയിട്ട കുറച്ചു മണ്ണും പൊടിയുമാണ് അതിന്. പക്ഷേ അവൻ അതൊരു കൊട്ടാരമാണ്. 4 ദിവസമെടുത്തു ഈ മണ്ണിനെ അവൻ സ്വന്തം ശരീരം കൊണ്ട് ഒതുക്കി, തലകൊണ്ട് തട്ടി, കുഞ്ഞിക്കാലുകൾ കൊണ്ട് ചവിട്ടി ഉറപ്പിച്ച് ആ ചെറിയ ഗുഹ പോലെ രൂപപ്പെടുത്തിയത്. ഈ കാഴ്ച വെറുമൊരു തെരുവുനായുടേതല്ല, ഇത് ജീവിതത്തിന്റെ 100 കണക്കിന് വേനലുകളും മഞ്ഞുകാലങ്ങളും കണ്ട കാലം കുത്തിവെച്ച അടയാളങ്ങളുള്ള ഒരു വയസ്സൻ പോരാളിയാണ്. അവന്റെ ശരീരം ക്ഷീണിതമാണ്, കണ്ണുകൾ മങ്ങിയിരിക്കുന്നു. നടക്കുമ്പോൾ അവശേഷിച്ച ഓരോ കാലടിയിലും വേദനയുണ്ടെന്ന് തോന്നും. പക്ഷേ അവന്റെ നിഴൽ പോലും അതിജീവനത്തിന്റെ മണം പേറുന്നു. റോഡരികിലെ ആ മൺകൂനയിലേക്ക് നോക്കൂ. ഒരുപാട് നായക്കുട്ടികൾക്ക് അഭയം നൽകി അവൻ കാവൽ നിന്നിരുന്ന മണ്ണ് തന്നെയാണിത്. ഇന്ന് അവൻ സ്വന്തം ശരീരത്തിന്റെ ചൂടിൽ അവശേഷിച്ച ശക്തിയോടെ ആ മൺകൂനയെ ഒരു ചെറിയ കോട്ട പോലെ ഒതുക്കി അവിടെ കിടക്കുന്നു. ഈ മണ്ണിന്റെ മണം അവന് സ്വന്തം വീടാണ്. അവൻ ഉറങ്ങുകയാണ്, വെറും ഉറക്കമല്ല, ഓർമ്മകളിലേക്കുള്ള മടങ്ങിപ്പോക്ക്. ഓരോ ശ്വാസത്തിലും അവന്റെ യൗവനത്തിന്റെ ഓട്ടത്തിന്റെയും പോരാട്ടത്തിന്റെയും ലഭിച്ച സ്നേഹത്തിന്റെയും ഏറ്റുവാങ്ങിയ കല്ലേറിന്റെയും കഥകളുണ്ട്. ഇന്നീ തിരക്ക് അവനൊരു പ്രശ്നമല്ല, കാരണം അവന്റെ മനസ്സിൽ അവനൊരു കൊടുങ്കാറ്റിനെ അടക്കി നിർത്തിയിട്ടുണ്ട്. ഈ മൺകൂനയിൽ, ഈ തണുപ്പിൽ അവന്റെ ആത്മാവ് വിശ്രമിക്കുകയാണ്. നഗരമേ, നീ ഇരമ്പിക്കോളൂ. നിങ്ങളുടെ കാറുകളുടെ ശബ്ദം എൻ്റെ കാതുകൾക്ക് ഇപ്പോൾ താരാട്ടാണ്. എൻ്റെ ശരീരം തളർന്നു, പല്ലുകൾ കൊഴിഞ്ഞു, എൻ്റെ ഓട്ടം അവസാനിക്കാറായി. പക്ഷേ ഓർക്കുക, ഞാൻ ഈ തെരുവുകളുടെ ചരിത്രമാണ്. ഞാൻ അതിജീവനത്തിൽ ജീവിക്കുന്ന തെളിവാണ്. ഈ മൺകൂനയിൽ ഞാൻ ചുരുണ്ടു കിടക്കുന്നത് തോറ്റതുകൊണ്ടല്ല. കണ്ടോ, ഈ റോഡിന് മുകളിലൂടെയാണ് നിങ്ങൾ ഓടുന്നത്. എന്നാൽ ഞാൻ ഈ റോഡിൻ്റെ അടിത്തറയിൽ എൻ്റേതായ ഒരിടം കണ്ടെത്തി. എൻ്റെ ഈ കൊച്ചു വീട് തകരാത്ത കാലത്തോളം ഞാൻ എന്നും ഒരു പോരാളിയാണ്. ഞാൻ മടങ്ങില്ല. ഞാൻ ഇവിടെ തന്നെ ഈ മണ്ണിൻ്റെ ചൂടിൽ എൻ്റെ കഥ പൂർത്തിയാക്കും. അവൻ പതിയെ കണ്ണു തുറന്നു. രാത്രിയുടെ തണുപ്പ് മാഞ്ഞ് മൺകൂനയുടെ സുരക്ഷിതത്വത്തിൽ നിന്നും അവൻ തല ഉയർത്തി. അവനറിയാം, ഇന്നലത്തെ ഉറക്കം ഒരു വിശ്രമം മാത്രമായിരുന്നു, വിരാമമായിരുന്നില്ല. പുറത്ത് ലോകം വീണ്ടും തിരക്കിലായി. മനുഷ്യർ ഓടുന്നു ലക്ഷ്യങ്ങളിലേക്ക്, തിരക്കുകളിലേക്ക്. അവർക്കിടയിൽ അവനൊരു നിശബ്ദ സാക്ഷിയായി എഴുന്നേൽക്കുന്നു. അവൻ്റെ ശരീരം വേദനിക്കുന്നു, എങ്കിലും അവൻ്റെ കണ്ണുകളിൽ ഒരു തീക്ഷ്ണതയുണ്ട്. ചിലർ അവനെ കണ്ട് മൂക്കു ചുളിക്കുന്നു, ചിലർ ശ്രദ്ധിക്കാതെ പോകുന്നു. പക്ഷേ അവൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവൻ്റെ പ്രായം അവനൊരു അദൃശ്യ കവചം നൽകിയിരിക്കുന്നു. ലോകത്തിൻ്റെ അവഗണനയെയും വേദനകളെയും അവൻ ചിരിയിൽ തള്ളിക്കളയുന്നു. അവൻ പതിയെ ശ്രദ്ധയോടെ താൻ ഉറങ്ങിയ മൺകൂനയ്ക്ക് ചുറ്റും ഒന്ന് നടന്നു. അവൻ്റെ ഭാരം കാരണം അല്പം താഴ്ന്നുപോയ ഭാഗങ്ങൾ അവൻ മൂക്കുകൊണ്ട് തട്ടിയൊതുക്കി വയ്ക്കുന്നു. ഇവിടെ ഈ മണ്ണ് എൻ്റെ ഹൃദയമിടിപ്പ് അറിഞ്ഞവനാണ്. അതെ, ഞാനിപ്പോഴും ഇവിടെയുണ്ട്. എത്ര വെയിലും മഴയും എന്നെ തകർക്കാൻ നോക്കി, എത്ര വിശപ്പ് എന്നെ വീഴ്ത്താൻ നോക്കി, എന്നിട്ടും ഈ മൺകൂനയിൽ എൻ്റെ അടയാളം മാഞ്ഞിട്ടില്ല. നിങ്ങൾ തിരക്കുകൾക്കായി ഓടുക, ഞാൻ ജീവിക്കാനായി നടക്കാം. ഓരോ ദിവസവും എനിക്കൊരു അധിക നേട്ടമാണ്. ഞാൻ ഇവിടം വിട്ടുപോവില്ല, എൻ്റെ കഥ അവസാനിക്കുന്നത് വരെ. ഞാൻ ഈ മണ്ണിൻ്റെ, ഈ തെരുവിൻ്റെ അവസാനത്തെ കാവൽക്കാരനായി തുടരും. എൻ്റെ ഈ കൊച്ചു വീട്, ഇത് എൻ്റെ വാർദ്ധക്യത്തിലെ വിപ്ലവമാണ്. അവൻ പതിയെ റോഡിൻ്റെ ഓരത്തിലൂടെ അവൻ്റെ പ്രഭാത ഭക്ഷണം തേടി നടന്നു നീങ്ങി. ഓരോ അടിയിലും അവൻ്റെ അതിജീവനത്തിൻ്റെ ശക്തി വിളിച്ചോതുന്നുണ്ട്.
ആ പ്രായം ചെന്ന നായ തിരക്കിട്ട നഗരത്തിന് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ജീവിതം പോരാളികൾക്ക് വേണ്ടിയുള്ളതാണ്.